ഇന്ന് അന്താരാഷ്ട്ര ചിഹ്നഗ്രഹ ദിനം. ഒരു ചിഹ്നഗ്രഹം നമ്മുടെ രാജ്യത്തിനു നേരെ വരുമ്പോൾ സഹായിക്കാൻ മറ്റു രാജ്യങ്ങൾ വന്നെത്തണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഇന്ത്യ ശ്രദ്ധ ചെലുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. 1908 ഇതുപോലൊരു ജൂൺ 30 രാവിലെ ഭൂമിയുടെ ചരിത്രത്തിൽ തന്നെ ഇടം നേടിയ പ്രത്യേക പ്രതിഭാസമുണ്ടായി. റഷ്യയിലെ സൈബീരിയൻ പ്രദേശത്തുള്ള ടാങ്സ നദിയുടെ തീരത്തെ വലിയ കാട് നിമിഷനേരം കൊണ്ട് കത്തിച്ചാമ്പലായി. ലക്ഷക്കണക്കിന് വൻമരങ്ങൾ പൊടുന്നനെ ആവിയായിപ്പോയി. ആൾതാമസം കുറഞ്ഞ സ്ഥലമായതിനാൽ ആരും കൊല്ലപ്പെട്ടില്ല. അപ്രതീക്ഷിതമായുണ്ടായ സംഭവത്തിന്റെ കാരണം അവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായില്ല. ആകാശത്തു നിന്നു വന്ന ഒരു ചെറിയ ചിഹ്നഗ്രഹമാണ് കാട്ടുതീ പടർത്തിയതെന്ന് കുറേ വർഷങ്ങൾക്കു ശേഷമാണ് ജ്യോതിശാസ്ത്രജ്ഞരും ഭൗമശാസ്ത്രജ്ഞരും തീർച്ചപ്പെടുത്തിയത്. എല്ലാ വർഷവും ജൂൺ 30 ലോക ചിഹ്നഗ്രഹ ദിവസമായി ആചരിക്കാൻ ഡിസംബർ 2016 ഐക്യരാഷ്ട്രസഭ ആഹ്വാനം ചെയ്തത്. ഉൽക്കകൾ, ധൂമകേതുക്കൾ, ചിഹ്നഗ്രഹങ്ങൾ എന്നിവയിൽ നിന്ന് ഭൂമിക്കുണ്ടാവുന്ന ഭീഷണിയെക്കുറിച്ച് പൊതുജനത്തിന് ബോധവൽക്കരണം നൽകുക എന്നതാണ് ലക്ഷ്യം. ദിനോസറുകളുടെ വംശനാശം. വിവിധ വികസിത രാജ്യങ്ങളിലെ രാഷ്ട്രീയക്കാർ ജ്യോതിശാസ്ത്രജ്ഞരോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്: എന്തിനാണ് ഭൂമിക്ക് പുറത്തുള്ള ആകാശത്തിലെ പാറക്കഷണങ്ങളെ പഠിക്കാൻ മനുഷ്യർ മുതൽ മുടക്കുന്നത്? അതിന് ജ്യോതിശാസ്ത്രജ്ഞർ തിരിച്ചു കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്: ദിനോസറുകൾക്ക് വംശനാശം സംഭവിച്ചതിന് അവർ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. നർമ്മത്തിൽ കലർന്ന ഉത്തരമാണെങ്കിലും ഇതിൽ അല്പം കാര്യമുണ്ട്. ഏകദേശം 65 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയെ ഭരിച്ച ഭീമന്മാരായ ദിനോസറുകൾ കീഴടങ്ങിയത് ആകാശത്തിൽ നിന്നു വന്ന ഒരു ചിഹ്നഗ്രഹത്തിന് മുന്നിലാണ്. ഏതാണ്ട് 10 കിലോമീറ്റർ മാത്രം വലിപ്പം വരുന്ന ഒരു പാറക്കഷണത്തിന് ഭൂമിയിൽ വംശനാശം സൃഷ്ടിക്കാമെങ്കിൽ ഒരു ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിക്കുമ്പോൾ ഉണ്ടാവുന്ന ഊർജത്തെക്കുറിച്ച് ഊഹിക്കാമല്ലോ. ജാഗ്രതയോടെ ദൂരദർശിനികൾ. ചിഹ്നഗ്രഹങ്ങളെ നിരന്തരം നിരീക്ഷിക്കാനും പഠിക്കാനും പ്രത്യേകം ദൂരദർശിനികൾ ആവശ്യമാണ്. അമേരിക്കയുടെ ഹവായി ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന പാൻസ്റ്റാർസ് ദൂരദർശിനി ഇതിനായി നിർമ്മിക്കപ്പെട്ടതാണ്. 1 കിലോമീറ്ററിന് മുകളിൽ വലിപ്പമുള്ള ഒട്ടുമിക്ക ചിഹ്നഗ്രഹങ്ങളും നമ്മുടെ ഡേറ്റാബേസിലുണ്ട്. അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലം, അവയുടെ വേഗത, ഭ്രമണപഥം എന്നിവ വ്യക്തമാണ്. അതുകൊണ്ട് വലിയ ചിഹ്നഗ്രഹങ്ങളെക്കുറിച്ച് കൂടുതൽ ആശങ്കപ്പെടേണ്ടതില്ല. എന്നാൽ 1 കിലോമീറ്ററിന് താഴെ വലിപ്പമുള്ള ചിഹ്നഗ്രഹങ്ങളിൽ അറിയപ്പെടാത്ത വില്ലന്മാരുമുണ്ട്. അവ എപ്പോൾ എവിടെയും നിന്നും വരാം. അവയിൽ പലതും നമ്മുടെ ചിട്ട കൊത്ത് ആടുന്നവരല്ല. 2026 മെയ് 30 അമേരിക്കയിലെ ബോസ്റ്റൺ പ്രദേശത്ത് കണ്ടുവന്ന ആകാശത്തിലെ തീഗോളം ഇതിന് ഉദാഹരണമാണ്. ഒരുപാട് പേർ വല്ലാതെ ഭയന്നു. യുദ്ധം നടക്കുന്നതിനാൽ മിസൈലാണെന്ന് തെറ്റിദ്ധരിച്ചു. യഥാർത്ഥത്തിൽ 5 അടി വലിപ്പം മാത്രമുള്ള ഒരു ചിഹ്നഗ്രഹമായിരുന്നു അത്. ഒരു ആന ഏകദേശം മണിക്കൂറിൽ 1,20,000 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്നതെന്ന് സങ്കല്പിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഊർജ്ജം ഊഹിക്കാം. ഭാഗ്യവശാൽ ഈ ചിഹ്നഗ്രഹം അന്തരീക്ഷത്തിൽ 60 കിലോമീറ്റർ മുകളിൽ വെച്ചാണ് പൊട്ടിയത്. അതുകൊണ്ട് ഭൂമിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല. 2013 ഫെബ്രുവരി 15 രാവിലെ റഷ്യയിലെ ചെലയബിൻസ്ക് നഗരത്തിൽ സംഭവിച്ചത് ഇതിലും ഭയാനകമായിരുന്നു. 15 മീറ്റർ മാത്രം വലിപ്പം വരുന്ന ഒരു ചിഹ്നഗ്രഹം അന്തരീക്ഷത്തിൽ സൃഷ്ടിച്ച സ്ഫോടനം കാരണം 100 കണക്കിന് കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ പറ്റി. ആയിരക്കണക്കിന് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഏറ്റവും ഒടുവിൽ മാർച്ച് 3 ഇന്ത്യയിലെ മഹാരാഷ്ട്രയിലും ഒരു ചെറിയ ഉൽക്കാശില ഏകദേശം 300 ഗ്രാം തൂക്കം വന്നു വീഴുകയുണ്ടായി. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അവരുടെ ശേഖരത്തിൽ അത് ഉൾപ്പെടുത്തി. ഡാർട്ട് ഹെറ ദൗത്യങ്ങൾ. ഭൂമിക്ക് ചിഹ്നഗ്രഹങ്ങളിൽ നിന്നുള്ള ഭീഷണി തടയാനും ഭാവിയിലെ ഭൂമി സംരക്ഷിക്കാനും വേണ്ടി വിവിധ രാജ്യങ്ങൾ മേഖലയിൽ കാര്യമായി ഗവേഷണം ചെയ്തു വരുന്നുണ്ട്. ആ ഗവേഷണങ്ങളിൽ ഉയർത്തിരിഞ്ഞു വന്നതാണ് നാസയുടെ ഡാർട്ട് മിഷൻ, ഈസയുടെ ഹെറ മിഷൻ എന്നിവ. ഈ 2 പദ്ധതികളുടെയും തത്വം ഒന്നു തന്നെയാണ്. ഒരു ചെറിയ അണവായുധം ഘടിപ്പിച്ച് ഒരു ബഹിരാകാശ പേടകം ചിഹ്നഗ്രഹത്തിലേക്ക് അയക്കുക. അതുവഴി ചിഹ്നഗ്രഹത്തിൽ ഒരു ചെറിയ സ്ഫോടനം സൃഷ്ടിച്ച് അതിൻ്റെ ഗതി മാറ്റിവിടുക. ഭ്രമണപഥത്തിലെ ചെറിയ വ്യതിയാനങ്ങൾ കാരണം ഭൂമിയിൽ ഇടിക്കാൻ സാധ്യതയുള്ള ചിഹ്നഗ്രഹങ്ങളുടെ ഗതി മാറിപ്പോവും. ആകാശത്തിലെ ഡാർട്ട് കളി പോലെ ഈ ആകാശത്തിലെ ഡാർട്ട് വിദ്യ എല്ലാ രാജ്യങ്ങളിലും ഭൂമിയുടെ സുരക്ഷിതത്വത്തിന് ഒറ്റക്കെട്ടായി ഉപയോഗിക്കണം എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ സ്വപ്നവും വീക്ഷണവും. ഒരു ചിഹ്നഗ്രഹം നമ്മുടെ രാജ്യത്തിനു നേരെ വരുന്ന എന്ന് കണ്ടുപിടിച്ചാൽ മറ്റുള്ള രാജ്യങ്ങൾ നമ്മളെ രക്ഷിക്കാൻ വന്നോളണം എന്ന് ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയും ഈ ആകാശത്തിലെ ഡോട്ട് വിദ്യയിൽ ശ്രദ്ധ ചെലുത്തി നിക്ഷേപിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിന് സ്വന്തമായി ഇതിനുള്ള സാങ്കേതിക വിദ്യ ഇല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ഇടുന്ന വില വളരെ വലുതാവും. അത് നമുക്ക് മെച്ചമാവണമെന്നില്ല. ഉണരണം ഇന്ത്യയും. ഇന്ത്യ ആണവ സൂപ്പർ പവർ സ്പേസ് സൂപ്പർ പവർ ലീഗിൽ ഇടം പിടിച്ച സ്ഥിതിക്ക് പ്ലാനറ്ററി ഡിഫൻസ് മേഖലയിലും ഒരു വൻ ശക്തിയാവേണ്ട സമയമായി. അണുശക്തിയിലും ബഹിരാകാശ ശക്തിയിലും ഒന്നിച്ചു ചേർന്ന ഒരു മേഖലയാണ് പ്ലാനറ്ററി ഡിഫൻസ്. ഭൂമിയിലുള്ള നമ്മുടെ സ്വന്തം പട്ടാളം പോലെ ആകാശത്തിനും ഒരു ചെറിയ കൂട്ടം ഗവേഷണ പട്ടാളമുണ്ടെങ്കിൽ ഒരു അടിയന്തരാവസ്ഥയിൽ നമുക്ക് വേറെ ആരെയും ഉടമ്പടിക്കായി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. പുതിയ തലമുറയിലെ മിടുക്കന്മാർക്ക് അതിൽ പരിശീലനം ലഭിച്ച് പ്ലാനറ്ററി ഡിഫൻസ് ചാമ്പ്യൻസ് ആവാനുള്ള അവസരമാണിത്. ചിഹ്നഗ്രഹ ദിവസം ഐക്യരാഷ്ട്രസഭ തരുന്ന ബോധവൽക്കരണ സന്ദേശം നമ്മെ ഈ ദിശയിലും ചിന്തിപ്പിക്കണം.